നിസ്കാരം കഴിഞ്ഞ് 2 റക്അത്ത് നിസ്കരിച്ചാൽ ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹ കഴിഞ്ഞ് അലിഫ് ലാം മീം സജദയും രണ്ടാമത്തെ റക്അത്തിൽ വഫിത്താനിയ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന സൂറയും ഈ 2 സൂറത്തും പൂർണ്ണമായി ഓതി 2 റക്അത്ത് ഇശാഇന് ശേഷം നിസ്കരിച്ചാൽ കുതിബ ലഹു മിസ്ലു വുഖൂഫി ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിന്റെ ആ രാത്രിയിൽ നിന്ന് നിസ്കരിച്ചതുപോലത്തെ പ്രതിഫലം കിട്ടുമെന്ന് പറയുന്നുണ്ടല്ലോ, അത് ശരിയാണോ എന്ന് മഹാനായ അത്വാ എന്നവരോട് ഒരാൾ വന്ന് ചോദിച്ചപ്പോ ഖാല അത്വാ ഇബ്നു അബീ റബാഹ തങ്ങൾ പറഞ്ഞു, സ്വദഖ തഊസ് എന്നവർ പറഞ്ഞു സത്യമാണ്, മാ തറക്തുഹാ, ഞാനത് എന്നും ചെയ്യാറുണ്ട് എന്ന് മഹാനവറുകൾ. പക്ഷേ ലൈലത്തുൽ ഖദർ എന്ന രാവിന്റെ പുണ്യം അത് കിട്ടൂല. ഇതുപോലെ 3 ഖുൽ ഹുവല്ലാഹു ഓതിയാൽ ഖുർആൻ മുഴുവൻ ഓതിയ പുണ്യമാണ്. പക്ഷെ ഖുർആൻ മുഴുവൻ ഓതിയ കൂലി കിട്ടുമോ? ഇല്ല. അത് ഓരോ ഹർഫിനും 10 ഹസനത്ത, അത് ഖുർആൻ മുഴുവൻ ഓതിയാലേ കിട്ടുള്ളൂ. എന്നാലും ആ ഒരു പുണ്യം ലൈലത്തുൽ ഖദറിന്റെ ആ ഒരു മഹത്വത്തിന് സമാനമായത് അള്ളാഹു മുഅ്മിനീങ്ങൾക്ക് നൽകുന്ന ഒരു രീതിയാണ് ഇശാ നിസ്കാരം കഴിഞ്ഞ് 2 റക്അത്ത് സുന്നത്ത്. ആദ്യത്തേതിൽ അലിഫ് ലാം മീം സജദയും രണ്ടാമത്തേതിൽ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് സൂറത്തുൽ മുൽക്കും ഓതി നിസ്കരിച്ചാൽ കിട്ടുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ, അവർക്കതിന് തെളിവുണ്ടായിരിക്കും, അപ്പോഴത് പറയുള്ളൂ. പ്രഗത്ഭരായ ആലിമീങ്ങളാണ് ഇത് കൺഫേം ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു വഴിയുണ്ട്. ഇനിയിപ്പോൾ ലൈലത്തുൽ ഖദറിന്റെ രാവുകളിൽ പ്രത്യേകിച്ചും ഇതുപോലെയുള്ള നിസ്കാരങ്ങളൊക്കെ നമുക്ക് നിർവഹിക്കാവുന്നതാണ്. ഇബാദത്തിന് താല്പര്യവും ഉത്സാഹവുമുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ അൽഹംദുലില്ലാ നമുക്കത് ചെയ്തു നോക്കാലോ ആഗ്രഹിക്കൂലേ? അത്തരം ആളുകൾക്ക് വേണ്ടി പറഞ്ഞത് മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇബാദത്തുകളൊക്കെ കൊണ്ടു നടക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.